തിരുവനന്തപുരം കുറ്റിച്ചാലിലെ ക്രഷർ യൂണിറ്റുകളിൽ നിന്നും വരുന്ന ലോറികൾ തടഞ്ഞ് നാട്ടുകാർ. പ്രദേശത്തുകൂടെ ഭാരമുള്ള ലോറികൾ പോകുന്നത് റോഡ് തകരാൻ കാരണമാവുന്നു എന്നാണ് നാട്ടുകാരുടെ ആരോപണം. തകർന്ന റോഡ് ക്വാറി ഉടമ പണിയണമെന്ന് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ കത്ത് നൽകി. ക്വാറി ഉടമകളും ഡ്രൈവർമാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്നാണ് PWD അസിസ്റ്റന്റ് എഞ്ചിനീയർ തകർന്ന റോഡ് ക്വാറി ഉടമ പണിയണമെന്ന് കാണിച്ച് കത്തയച്ചത്. കുറ്റിച്ചാൽ ശംഭു താങ്ങായി എസ്റ്റേറ്റിൽ പ്രവർത്തിക്കുന്ന സിറ്റി റോക്ക് എന്ന പാറക്കോറിയിൽ നിന്നും എത്തിയ ലോറികളാണ് സ്ത്രീകൾ ഉൾപ്പെടെയുള്ള നാട്ടുകാർ തടഞ്ഞത്. ഹൈടെക് നിലവാരത്തിൽ പൂർത്തിയാക്കിയിരുന്ന റോഡിലൂടെ 10 ടണ്ണിലധികം ഭാരം കയറ്റി നിരന്തരം നിയമവിരുദ്ധമായി ലോറികൾ പോകുന്നത് റോഡ് തകരാൻ കാരണമാകുന്നുവെന്നാരോപിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയത്. ഒരു ദിവസം 175, 200, 250 ലോഡിനകത്താണ് വലുതും ചെറുതുമായിട്ടുള്ള വണ്ടി പോകുന്നത്. ഞങ്ങൾ കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടത് 10 വീലിന് 6 വീലിന് താഴോട്ടോ മേലോട്ടുള്ള സകല വണ്ടികൾ ഒഴിവാക്കി തന്നാണ് ഞങ്ങൾ കോടതിയിൽ ആവശ്യപ്പെട്ടത്. പക്ഷേ അത് പോലീസ് അധികാരികളോട് അവരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ MLA ഒക്കെ തീരുമാനം അനുസരിച്ച് ഇപ്പോഴും 12, 14, 16, 18 വഴിയുള്ള വീലിലാണ് ഓവർലോഡ് കയറ്റി പോണത്. പണി ചെയ്തതിൻ്റെ ഇടയ്ക്ക് ഈ ടൺ കണക്കിനുള്ള ലോഡും കൊണ്ടാണ് അവർ ഇതുവഴി പറഞ്ഞത്. ഇതുവഴി ഈ പണി നടക്കുക, ഈ ലോഡ് പോവുക എല്ലാം ഒരുമിച്ചായപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടുകാർക്ക്, സ്കൂൾ കുട്ടികൾക്ക്, 2 വീലർകാർക്ക് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പം നിർത്തണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയില്ല. പക്ഷെ ഞങ്ങൾക്ക് റോഡ് ശരിയാക്കിയിട്ട് ഇവർ കൊണ്ടുപോട്ട് ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പരിസ്ഥിതി ലോല പ്രദേശത്താണ് ക്വാറി പ്രവർത്തിച്ചു വരുന്നത്. പുലർച്ചെ മുതൽ ലോറികളുടെ ഓട്ടം തുടങ്ങും. ഇത് മറ്റു വാഹനങ്ങൾക്കും പ്രയാസമാകുന്നുണ്ട്. നിരന്തര പരാതികളെ തുടർന്ന് അടച്ചിട്ടിരുന്ന ക്വാറി ഈയിടയ്ക്കാണ് പ്രവർത്തനം ആരംഭിച്ചത്. ക്വാറിക്കെതിരെയും നേരത്തെ പ്രതിഷേധം ശക്തമായിരുന്നു. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.